ഹായ് എവ്രിവൺ, ഇന്ന് നമ്മൾ യൂണിറ്റ് 2-ലെ ഫസ്റ്റ് ചാപ്റ്ററാണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ യൂണിറ്റ് 2-ൻ്റെ പേരെന്താണ്? വിങ്സ് ഓഫ് ഹോപ്പ് എന്നാണ്. വിങ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ചിറകുകൾ. ഹോപ്പ് എന്ന് പറഞ്ഞാൽ പ്രതീക്ഷ. അപ്പോൾ പ്രതീക്ഷയുടെ ചിറകുകൾ എന്നാണ് ഈ ഒരു യൂണിറ്റിൻ്റെ പേര്. അപ്പോൾ ഇവിടെ ഒരു കോട്ട് കൊടുത്തിട്ടുണ്ട്. ഹോപ്പ് ഇസ് ദ പാഷൻ ഫോർ വാട്ട് ഇസ് പോസിബിൾ, കോൺഫിഡൻസ് ഇസ് ദ പ്രസന്റ് ടെൻസ് ഓഫ് ഹോപ്പ് എന്ന്. ഹോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രതീക്ഷ. ഇസ് ദ പാഷൻ. പാഷൻ എന്ന് പറഞ്ഞാൽ അതിയായിട്ടുള്ള ആഗ്രഹം, നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യത്തെ പ്രതി അത് നേടാനായിട്ടുള്ള അതിയായിട്ടുള്ള ഒരു ആഗ്രഹം. ഫോർ വാട്ട് ഇസ് പോസിബിൾ, അപ്പോൾ എന്താണോ സാധ്യമായിട്ടുള്ളത്, സാധ്യമായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടുള്ള അതിയായിട്ടുള്ള ആഗ്രഹം, പാഷനാണ് എന്തെന്ന് പറയുന്നത്? ഹോപ്പ്, പ്രതീക്ഷ എന്ന് പറയുന്നത്. ആൻഡ് കോൺഫിഡൻസ് ഇസ് ദ പ്രസന്റ് ടെൻസ് ഓഫ് ഹോപ്പ്. ഹോപ്പിന്റെ പ്രസന്റ് ടെൻസ് ആണ് കോൺഫിഡൻസ് എന്നാണ് പറയുന്നത്. സൊറേൻ കിയർക്കെഗാർഡാണ് ഈ ഒരു കോട്ട് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഈ യൂണിറ്റിന്റെ പേരിനെ അന്വർത്ഥാക്കുന്ന രീതിയിലുള്ള ഒരു പിക്ചർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. നോക്കൂ, ഒരു കുട്ടി, ആ കുട്ടിയുടെ കുറേ ആഗ്രഹങ്ങളാണ്. ആ ആഗ്രഹങ്ങൾ നേടാനായിട്ട് ആ കുട്ടിക്ക് ചിറക് വരുന്നു. അങ്ങനെയാണ് പിക്ചർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു യൂണിറ്റിലെ 3 ചാപ്റ്റേഴ്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഹോപ്പ് ഇസ് ദ തിങ് വിത്ത് ഫെദേഴ്സ് എന്ന് പറയുന്ന ഒരു പോമുണ്ട്, എമിലി ഡിക്കിൻസൺ എഴുതിയത്. അതുപോലെ തന്നെ പ്രിസ്ക്രിപ്ഷൻ ഓഫ് ലൈഫ് എന്ന് പറയുന്ന ഒരു അനക്ഡോട്ട് ഉണ്ട്. ജെറോം കെ ജെറോം ആണ് ഈ ഒരു അനക്ഡോട്ട് എഴുതിയിട്ടുള്ളത്. ആൻഡ് ദ ഡേ മൈ വേൾഡ് ചേഞ്ച്, മെമ്മോർ ബൈ മലാല യൂസഫ്സായി, ക്രിസ്റ്റീന ലാം. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിലോട്ട് കടക്കുന്നതിന് മുൻപായിട്ട് ലെറ്റ്സ് ലോഗിൻ എന്ന് പറയുന്ന സെക്ഷനിൽ ഒരു സ്റ്റോറി എഴുതിയിട്ടുണ്ട്. അപ്പം അത് നമുക്ക് ആദ്യം നോക്കാം. റീഡ് ദ ഫോളോയിങ് പാസേജ് ആൻഡ് ഡിസ്കസ് ദ ക്വസ്റ്റ്യൻസ്. അപ്പം ഈ ഒരു പാസേജ് വായിച്ചിട്ട് താഴെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനാണ് പറയുന്നത്. A long time ago, the Greeks believed that their god Zeus, along with all the other gods, had created a woman named Pandora. അപ്പോൾ a long time ago എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ്. ദ ഗ്രീക്സ് ബിലീവ് ദാറ്റ്, ഗ്രീക്സ് വിശ്വസിച്ചിരുന്നത്, ദെയർ ഗോഡ് സിയസ്, അവരുടെ ദൈവമായിട്ടുള്ള സിയസ്, അലോങ് വിത്ത് ഓൾ ദി അതർ ഗോഡ്സ്, മറ്റ് ദൈവങ്ങളോടൊപ്പം ചേർന്നിട്ട്, ഹാഡ് ക്രിയേറ്റഡ് എ വുമൺ നെയിം പെൻഡോറ. ഈ സിയസും അതുപോലെ തന്നെ മറ്റു ഗോഡ്സും കൂടെ ചേർന്നിട്ട് ഒരു സ്ത്രീയെ സൃഷ്ടിച്ചു. എന്താണ് സ്ത്രീയുടെ പേര്? പെൻഡോറ എന്നായിരുന്നു. ദ ഗോഡ്സ് ഗേവ് ഹെർ എ ബോക്സ് ഓൺ ഹെർ വെഡിങ് ഡേ, ടെല്ലിങ് ഹെർ നെവർ ടു ഓപ്പൺ ഇറ്റ്. അങ്ങനെ ഈ ഗോഡ്സ് ഈ പെൻഡോറനെ സൃഷ്ടിച്ചിട്ട് പെൻഡോറയുടെ വെഡിങ് ഡേയുടെ അന്ന് ഈ പെൻഡോറയ്ക്ക് എന്താണ് ഒരു ബോക്സ് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇത് ഒരിക്കലും തുറക്കരുത് എന്ന് പറഞ്ഞു. ഇറ്റ് വുഡ് ബ്രിങ് ഹെർ ഹാപ്പിനെസ്, ദേ സെഡ്, ആസ് ലോങ് ആസ് ഇറ്റ് റിമെയിൻ ക്ലോസ്ഡ്. അവർ പറഞ്ഞു ഈ ബോക്സ് എപ്പോഴും പെൻഡോറയ്ക്ക് സന്തോഷമാണ് കൊണ്ടുവരിക. ബ്രിങ് ഹെർ ഹാപ്പിനെസ്, ദേ സെഡ്, അവർ പറഞ്ഞു, ആസ് ലോങ് ആസ് ഇറ്റ് റിമെയിൻഡ് ക്ലോസ്ഡ്. എത്ര നാളാണോ ഇത് അടഞ്ഞിരിക്കുന്നത് അത്രയും നാള് ഈ ബോക്സ് പെൻഡോറയ്ക്ക് എപ്പോഴും സന്തോഷമാണ് കൊടുക്കുക. പെൻഡോറ വാസ് വെരി ക്യൂരിയസ് ബൈ നേച്ചർ. ഷീ കുഡന്റ് റെസിസ്റ്റ് ദ ടെംപ്റ്റേഷൻ ടു ഓപ്പൺ ദ ബോക്സ്. പെൻഡോറ എന്ന് പറഞ്ഞാൽ പെൻഡോറ ഭയങ്കര ക്യൂരിയസ് ആയിട്ടുള്ള ഒരു നേച്ചർ ആയിരുന്നു. എന്ന് വെച്ചാൽ എല്ലാത്തിനെ കുറിച്ചും അറിയാനായിട്ടുള്ളൊരു ജിജ്ഞാസ ഉണ്ടായിരുന്നു. അതാണ് ക്യൂരിയസ് എന്ന് പറയുന്നത്. ഷീ കുഡന്റ് റെസിസ്റ്റ് ദ ടെംപ്റ്റേഷൻ ടു ഓപ്പൺ ദ ബോക്സ്. ടെംപ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രേരണ. അപ്പോൾ വളരെ ക്യൂരിയസ് ആയിട്ടുള്ള ഒരു പെൺകുട്ടി ആയിരുന്നത് കൊണ്ട് തന്നെ പെൻഡോറയ്ക്ക് ഈ ബോക്സ് തുറക്കാനായിട്ടുള്ള ഒരു പ്രേരണ എപ്പോഴും ഉണ്ടായിരുന്നു. അങ്ങനെ അതിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല, അതിനെ എതിർത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. ഉപ്സ്, ദ ഗോഡ്സ് ഹാഡ് ട്രാപ്ഡ് ഓൾ ദ വേഴ്സ്റ്റ് ഹ്യൂമൻ ക്വാളിറ്റീസ്, ഓൾ ദ അൺപ്ലസന്റ് ഫീലിംഗ്സ് ആൻഡ് ദ തിങ്സ് വി ഫിയർ ദ മോസ്റ്റ് ഇൻസൈഡ് ദ ബോക്സ്. അപ്പോൾ എന്താ ഉണ്ടായിരുന്നു വെച്ചാൽ ആ ബോക്സ് തുറന്നു പെൻഡോറ. ആൻഡ് ദ ഗോഡ്സ് ഹാഡ് ട്രാപ്ഡ് ഓൾ ദ വേഴ്സ്റ്റ് ഹ്യൂമൻ ക്വാളിറ്റീസ്. ഈ ഗോഡ്സ് ഈ ബോക്സിൽ എന്തൊക്കെയാണ് വെച്ചിട്ടുണ്ടായിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും മോശമായിട്ടുള്ള മനുഷ്യരുടെ ക്വാളിറ്റീസ്, അതുപോലെ തന്നെ ഓൾ ദി അൺപ്ലസന്റ് ഫീലിങ്സ്, ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരം ഫീലിങ്സ്, നമുക്ക് സന്തോഷം തരാത്ത രീതിയിലുള്ള ഫീലിങ്സ്, ആൻഡ് ദ തിങ്സ് വി ഫിയർ ദ മോസ്റ്റ് ഇൻസൈഡ് ദ ബോക്സ്. അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ പേടിപ്പെടുത്തുന്നതായിട്ടുള്ള കാര്യങ്ങളും ഈ ബോക്സിൽ ഉണ്ടായിരുന്നു. നോ സൂണർ ഡിഡ് പെൻഡോറ ഓപ്പൺ ഇറ്റ് ദാൻ ഓൾ ദീസ്, സിക്നെസ്, പെയിൻ, സഫറിംഗ്, ഗ്രീഡ്, ആംഗർ, സോറോ എക്സെട്ര ഫ്ലൂ ഔട്ട് ആൻഡ് സ്പ്രെഡ് ഓൾ ഓവർ ദി വേൾഡ്. പെൻഡോറ വാസ് സോ സോറി. അങ്ങനെ പെൻഡോറ ഇത് ഓപ്പൺ ചെയ്ത വശം തന്നെ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ സിക്നെസ്, അസുഖങ്ങൾ, പെയിൻ, വേദന, സഫറിങ് എന്ന് വെച്ചാൽ ഇതുപോലെ ബുദ്ധിമുട്ട്, ദുഃഖിക്കുക, ആൾക്കാർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക, ഗ്രീഡ്, അത്യാഗ്രഹം, ആംഗർ, ദേഷ്യം, സോറോ, വിഷമം,
ഫ്ലൂ ഔട്ട്, പറന്നുപോയി ഇതിൽ നിന്ന്, ഈ ബോക്സിന്റെ ഉള്ളിൽ നിന്ന്, ആൻഡ് സ്പ്രെഡ് ഓൾ ഓവർ ദി വേൾഡ്, എന്നിട്ട് ലോകത്തിൽ മുഴുവൻ വ്യാപിച്ചു. പെൻഡോറ വാസ് സോ സോറി, പെൻഡോറ പശ്ചാത്തപിച്ചു ഈ ഒരു ബോക്സ് തുറന്നതിന്. കാരണം ദേവന്മാരത് തുറക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പെൻഡോറ അത് തുറന്നത് കൊണ്ടാണ് ലോകത്തിൽ ഇത്രയും ബുദ്ധിമുട്ടുകൾ വ്യാപകമായത്. ആൻഡ് ഷീ ക്ലോസ് ദ ലിഡ് ഓഫ് ദ ബോക്സ്, ഷീ നെൽറ്റ് ബിസൈഡ് ഇറ്റ്, pleading to be forgiven by the gods and the people of the world. എന്നിട്ട് ഈ പെൻഡോറ എന്താണ് ചെയ്തത്? ക്ലോസ് ദ ലിഡ് ഓഫ് ദ ബോക്സ്, ഈ ബോക്സിന്റെ മൂടി അടച്ചു വെച്ചു, ബോക്സ് അടച്ചു വെച്ചു. ആൻഡ് ഷീ നെൽറ്റ് ബിസൈഡ് ഇറ്റ്, എന്നിട്ട് പെൻഡോറ അതിന്റെ അടുത്ത് മുട്ടുകുത്തിയിരുന്നു. പ്ലീഡിങ് ടു ബി ഫോർഗിവൻ ബൈ ദ ഗോഡ്സ്, പ്ലീഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യാചിക്കുക, റിക്വസ്റ്റ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാ? ടു ബി ഫോർഗിവൻ ബൈ ദ ഗോഡ്സ്, ഈ ദൈവങ്ങള് പെൻഡോറയ്ക്ക് മാപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് പെൻഡോറ ഈ ബോക്സ് അടച്ചു വെച്ചിട്ട് അതിന്റെ സൈഡിലിരുന്നിട്ട് പ്രാർത്ഥിക്കാനും യാചിക്കാനൊക്കെ തുടങ്ങി. ആൻഡ് ദ പീപ്പിൾ ഓഫ് ദ വേൾഡ്, അതുപോലെ തന്നെ ഈ ലോകത്തിലെ എല്ലാവരോടും കൂടിയാണ് യാചിക്കുന്നത്, ഈ പെൻഡോറയ്ക്ക് മാപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട്, ദേവന്മാരോടും അതുപോലെ തന്നെ ലോകത്തിലെ ആളുകളോടും. കാരണം അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയത് പെൻഡോറയാണല്ലോ. ദെൻ ഷീ ഹേർഡ് ദ നോയ്സ് ഓഫ് സംതിങ് ബീറ്റിംഗ് ഇറ്റ്സ് വിങ്സ് ഇൻസൈഡ് ദ ബോക്സ്. അതിനുശേഷം പെൻഡോറ ഒരു ശബ്ദം കേട്ടു, എന്തോ ഒരു സാധനം ഈ ബോക്സിന്റെ ഉള്ളിൽ ചിറകടിക്കുന്ന സൗണ്ടാണ് കേട്ടത്. ഇറ്റ് സീം ടു സ്പീക്ക് ടു ഹെർ ഇൻ എ കൈൻഡ് വോയിസ് ടു. പിന്നെ അത് മാത്രമല്ല, പെൻഡോറയോട് വളരെ നല്ല കരുണയോട് കൂടിയിട്ട് സംസാരിക്കുന്ന ഒരു സൗണ്ടാണ് ഉണ്ടായിരുന്നത് അതിന്. ആൻഡ് ഷീ ഓപ്പൺ ദ ലിഡ് വൺസ് അഗെയിൻ. അപ്പോൾ ഈ സൗണ്ട് കേട്ടപ്പോൾ പെൻഡോറ ആ ബോക്സിന്റെ ലിഡ് ഒന്നുകൂടി തുറന്നു. ദിസ് ടൈം ഷീ വാസ് നോട്ട് ഡിസപ്പോയിന്റഡ്. ഇപ്രാവശ്യം പെൻഡോറ ഡിസപ്പോയിന്റഡ് ആയില്ല. ഡിസപ്പോയിന്റഡ് എന്ന് വെച്ചാൽ നിരാശ. അപ്പൊ ഇപ്രാവശ്യം പെൻഡോറ നിരാശപ്പെട്ടില്ല. ഇറ്റ് വാസ് ദ ലവ്ലി ലിറ്റിൽ ഏഞ്ചൽ ഹോപ്പ് ഹു കെയിം ഔട്ട് ഓഫ് ദ ബോക്സ്. അപ്പൊ ഇപ്രാവശ്യം ആ ബോക്സിന്റെ ഉള്ളിൽ നിന്ന് വന്നത് ഒരു ഏഞ്ചൽ ആയിരുന്നു, ഹോപ്പ് എന്നാണ്, ഹോപ്പ് എന്നാണ് ഏഞ്ചലിന്റെ പേര്. ഹു കെയിം ഔട്ട് ഓഫ് ദ ബോക്സ്, ഈ ബോക്സിൽ നിന്ന് പുറത്തു വന്നത്. ഫ്ലട്ടറിങ് ഹർ ബ്യൂട്ടിഫുൾ വിങ്സ് ദാറ്റ് ഷോൺ ലൈക്ക് ഗോൾഡ്. അപ്പൊ ഈ ബോക്സിൽ നിന്ന് പുറത്തു വന്ന ആ ഒരു ഏഞ്ചല് എങ്ങനെയാണ് വന്നത്? അതിന്റെ ഭംഗിയുള്ള വിങ്സ്, ചിറകുകൾ ഫ്ലട്ടർ ചെയ്തുകൊണ്ട്, അത് അടിച്ചുകൊണ്ട് പറന്നിട്ടാണ് വന്നത്. ദാറ്റ് ഷോൺ ലൈക്ക് ഗോൾഡ്, അത് എന്താണ്, അത് ഗോൾഡ് പോലെ തിളങ്ങുന്നുണ്ടായിരുന്നു. ഷോൺ എന്ന് പറഞ്ഞ ഷൈനിന്റെ പാസ്റ്റ് ടെൻസ് ആണ്. ആൻഡ് ദാറ്റ് ഇസ് വൈ ഡിസ്പൈറ്റ് ഓൾ അവർ മിസറീസ് ഹോപ്പ് ഓൾവേസ് റിമെയിൻസ് വിത്ത് അസ്. അപ്പൊ അതുകൊണ്ടാണ് ഡിസ്പൈറ്റ് ഓൾ അവർ മിസറീസ്, നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും ഉണ്ടെങ്കിലും, നമുക്ക് എല്ലാ ബുദ്ധിമുട്ടുകളും ഉണ്ടെങ്കിലും ഹോപ്പ് ഓൾവേസ് റിമെയിൻസ് വിത്ത് അസ്, നമ്മളുടെ കൂടെ എപ്പോഴും ഹോപ്പ് ഉണ്ടാവുന്നത്. ടു കംഫേർട്ട് അസ് ഓൾ ദ ടൈം, നമ്മളെ കംഫേർട്ട് ചെയ്യാൻ എന്ന് വെച്ചാൽ നമ്മളെ സമാധാനിപ്പിക്കാനായിട്ട്, നമുക്കൊരു ആശ്വാസം നൽകാനായിട്ട് എപ്പോഴും നമ്മുടെ കൂടെ ഹോപ്പ് ഉണ്ടാവുന്നത്. Although Pandora caused the world great pain, she also gave us hope. അപ്പോൾ പെൻഡോറയാണ് ലോകത്തിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നൽകിയത് എന്നുണ്ടെങ്കിലും പെൻഡോറ തന്നെയാണ് ലോകത്തിന് ഹോപ്പും കൊടുത്തത്, പ്രതീക്ഷയും കൊടുത്തത് എന്നാണ് പറയുന്നത്. ഇപ്പൊ നമ്മൾ പെൻഡോറാസ് ബോക്സ് എന്നുള്ള ആ ഒരു വാക്ക് ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാൽ ഇറ്റ് ഇസ് എൻ എക്സ്പ്രഷൻ, അതൊരു ഫ്രേസ് പോലെ ഒരു എക്സ്പ്രഷൻ ആണ് ഫോർ എനിത്തിങ് ദാറ്റ് ക്രിയേറ്റ്സ് എ നമ്പർ ഓഫ് അൺഎക്സ്പെക്റ്റഡ് പ്രോബ്ലംസ്. അത് ഒരുപാട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള, അപ്രതീക്ഷിതമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യത്തിനെ ഡിനോട്ട് ചെയ്യാനാണ് നമ്മൾ പെൻഡോറാസ് ബോക്സ് എന്നുള്ള ആ ഒരു പ്രയോഗം ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു സെന്റൻസ് ആണ്, യൂസിങ് സോഷ്യൽ മീഡിയ വിത്തൗട്ട് ഡ്യൂ കെയർ ക്യാൻ ബി ലൈക്ക് ഓപ്പണിംഗ് എ പെൻഡോറാസ് ബോക്സ്. സോഷ്യൽ മീഡിയ പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കാതെ ഉപയോഗിക്കുക എന്ന് പറയുന്നത് ഒരു പെൻഡോറാസ് ബോക്സ് തുറക്കുന്നത് പോലെ ആയിരിക്കും എന്നാണ് ആ സെന്റൻസിന്റെ അർത്ഥം. അപ്പം എന്താണെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ നല്ല കാര്യങ്ങളുണ്ട്, മോശം കാര്യങ്ങളുണ്ട്. മോശം കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കുകയും അതിനുവേണ്ടി ഒരുപാട് സമയം ചെലവഴിക്കുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ ഒരു പെൻഡോറാസ് ബോക്സ് പോലെ ആയിരിക്കാം, എപ്പോഴും ബുദ്ധിമുട്ടുകളായിരിക്കും കൊണ്ടുവരിക. അതുകൊണ്ടാണ് അങ്ങനെ ഇത് യൂസ് ചെയ്യുന്നത്, പെൻഡോറാസ് ബോക്സ് എന്നുള്ളത്. ഇനി താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. വാട്ട് വുഡ് യു ഡു ഇഫ് യു വർ പെൻഡോറ? വുഡ് യു ഹാവ് ഓപ്പൺ ദ ബോക്സ്? വൈ? അപ്പോൾ അത് നിങ്ങൾക്ക് ആൻസർ ചെയ്യാനുള്ളതാണ്. നിങ്ങൾ പെൻഡോറ ആയിരുന്നെങ്കിൽ നിങ്ങൾ ഈ ഒരു ബോക്സ് തുറക്കുമായിരുന്നോ ആൻഡ് എന്തുകൊണ്ട്? അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ യെസ് എന്ന് എഴുതാം. ഐ വുഡ് ഹാവ് ഓപ്പൺ ദ ബോക്സ് ബിക്കോസ് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ബ്ലൈൻഡ്ലി കാര്യങ്ങളിൽ വിശ്വസിക്കുന്നില്ല, ഗോഡ്സ് പറഞ്ഞത് ശരിയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് തുറക്കുമായിരുന്നു എന്ന് പറയാൻ വേണമെങ്കിൽ. വൈ ഡു യു തിങ്ക് ദ ഗോഡ്സ് പ്ലേസ്ഡ് ഹോപ്പ് ഇൻ ദ ബോക്സ് അലോങ് വിത്ത് ഓൾ ദ ഈവിൾസ്? അപ്പോൾ ഗോഡ്സ് എന്തുകൊണ്ടാണ് ഹോപ്പിനെയും കൂടി ഈ ബോക്സിൽ വെച്ചത് എല്ലാ ഇവിൾസിന്റെ ഒപ്പം? ഇവിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാഡ് സ്പിരിറ്റ്സ് എന്നാണ്, മോശമായിട്ടുള്ള കാര്യങ്ങളാണല്ലോ ഈ ബോക്സിൽ നിന്ന് പുറത്തു പോയത്. അതിൻ്റെ ഒക്കെ കൂടെ ഹോപ്പിനെയും കൂടി വെച്ചത് എന്തുകൊണ്ടായിരിക്കും? കാരണം എല്ലാ ഇവിൾസിനെയും ഓവർകം ചെയ്യാനായിട്ട്, എല്ലാ ബുദ്ധിമുട്ടുകളിനെയും ഓവർകം ചെയ്യാനായിട്ട്, അതിനെ മറികടക്കാനായിട്ട് എപ്പോഴും ഹോപ്പ് എന്നുള്ള ഒരു സംഭവം വേണം എന്നുള്ളത് കൊണ്ടായിരിക്കാം എന്ന് പറയാം.
ആൻഡ് തേർഡ് ക്വസ്റ്റ്യൻ, ഹൗ ഡസ് ഹോപ്പ് ഹെൽപ്പ് us ഇൻ ഹാർഡ് ടൈംസ്? ഹോപ്പ് നമ്മളെ നമ്മുടെ മോശമായിട്ടുള്ള അവസ്ഥയിൽ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ്. എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്, അതിനൊക്കെ നമുക്ക് മറികടക്കാൻ കഴിയും എന്നുള്ളൊരു വിശ്വാസം തരാനായിട്ട് എന്നുള്ള രീതിയിൽ പറയാം. ഓക്കെ, ഇനി നമുക്ക് ആ പോത്തിലേക്ക് പോവാം. ഹോപ്പ് ഇസ് ദ തിങ് വിത്ത് ഫെതേഴ്സ് എന്നുള്ളത്. Doesn't the story of Pandora remind us of the importance of hope in the face of adversity? Has hope ever helped you in hard times? Let's explore the idea further in Emily Dickinson's poem Hope is the Thing with Feathers. അപ്പോൾ അവർ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പെൻഡോറയുടെ സ്റ്റോറി നിങ്ങളെ ഹോപ്പ്, പ്രതീക്ഷയുടെ, പ്രത്യാശയുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി തന്നില്ലേ? അതുപോലെ തന്നെ എപ്പോഴെങ്കിലും ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ ഈ ഹോപ്പ് നിങ്ങളെ ഹെൽപ്പ് ചെയ്തതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? എന്നിട്ട് പറയാണ്, ഈ ഹോപ്പ് എന്നുള്ള ഐഡിയയെ കൂടുതൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം എന്തിൽ? ഈ ഹോപ്പ് ഇസ് ദ തിങ് വിത്ത് ഫെതേഴ്സ് എന്നുള്ള എമിലി ഡിക്കിൻസന്റെ ഈ ഒരു കവിതയിലൂടെ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് കവിതയിലോട്ട് കിടക്കാം. ഹോപ്പ് ഇസ് ദ തിങ് വിത്ത് ഫെതേഴ്സ്. ഹോപ്പ് എന്ന് പറയുന്നത് എന്താ? ഫെതേഴ്സ്, തൂവലുകളുള്ള എന്തോ ഒരു സാധനമാണെന്നാണ് പറയുന്നത്, എന്തോ ഒരു കാര്യമാണ് എന്നുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു പിക്ചർ കാണാം, ഒരു പക്ഷീനെ കാണാം, പിന്നെ ഒരു ഹാർട്ട് ഷേപ്പ് കാണാം. അപ്പോൾ എന്താണ് ഹോപ്പിനെ എങ്ങനെയാണ് ഈ ഒരു കവിതയിൽ വിവരിച്ചിട്ടുള്ളത് നമുക്ക് നോക്കാം. ഹോപ്പ് ഇസ് ദ തിങ് വിത്ത് ഫെതേഴ്സ് ദാറ്റ് പെർച്ചസ് ഇൻ ദ സോൾ ആൻഡ് സിങ്സ് ദ ട്യൂൺ വിത്തൗട്ട് ദ വേർഡ്സ് ആൻഡ് നെവർ സ്റ്റോപ്സ് അറ്റ് ഓൾ. അപ്പോൾ ആദ്യത്തെ സ്റ്റാൻസയിൽ പറയുന്നത് ഹോപ്പ് ഇസ് ദ തിങ് വിത്ത് ഫെതേഴ്സ് ദാറ്റ് പെർച്ചസ് ഇൻ ദ സോൾ. അതാണ് ഈ പിക്ചറിൽ കാണിച്ചിട്ടുള്ളത്. ഹോപ്പിനെ ഒരു ബേർഡിനോട് കമ്പയർ ചെയ്യാണ്. എന്താ ഹോപ്പ് എന്ന് പറയുന്നത്? ഫെതേഴ്സ് ഉള്ള ഒരു എന്തോ ഒരു സാധനമാണ്. ദാറ്റ് പെർച്ചസ് ഇൻ ദ സോൾ. പെർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബേർഡ്, ഇപ്പോൾ ഇവിടെ ഒരു ബ്രാഞ്ച് പോലെ കാണുന്നില്ലേ? അപ്പോൾ ബേർഡ് വന്നിരിക്കുന്ന ആ ഒരു സപ്പോർട്ടിനാണ് പെർച്ച് എന്ന് പറയാം. ദാറ്റ് പെർച്ചസ് ഇൻ ദ സോൾ. ഹോപ്പ് എവിടെയാണ് ഇരിക്കുന്നത്? ഹോപ്പ് ഒരു ബേർഡാണ്, ഫെതേഴ്സ് ഒക്കെ ഉള്ള, വിങ്സ് ഒക്കെ ഉള്ള ഒരു ബേർഡാണ്. ആ ബേർഡ് എവിടെയാണ് ഇരിക്കുക? ഓരോ മനുഷ്യന്റെയും സോൾ. സോൾ എന്ന് പറഞ്ഞാൽ എന്താ? ആത്മാവിലാണ് ഉള്ളത്. ആൻഡ് സിങ്സ് ദ ട്യൂൺ വിത്തൗട്ട് ദ വേർഡ്സ്. എന്നിട്ട് ഒരു ട്യൂൺ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ്, അതിൽ വാക്കുകൾ ഇല്ല. ആൻഡ് നെവർ സ്റ്റോപ്സ് അറ്റ് ഓൾ. അതൊരിക്കലും അവസാനിക്കുന്നില്ല. അപ്പോൾ ഫസ്റ്റ് സ്റ്റാൻസയിൽ ഹോപ്പിനെ ഫെതേഴ്സ് ഉള്ള ഒരു ബേർഡായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്, പറയുന്നത്. അപ്പോൾ ആ ബേർഡ് എപ്പോഴും ഈ പ്രതീക്ഷയുടെ പാട്ട് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കും. അതിൽ ട്യൂൺ മാത്രമേ ഉള്ളൂ. പ്രതീക്ഷ അത് നമ്മുടെ എവിടെ നിന്നാണ് വരുന്നത്? സോളിൽ നിന്നാണ്. കാരണം ആ ഹോപ്പ് എന്ന് പറയുന്ന ബേർഡ് നമ്മുടെ ആത്മാവിലാണുള്ളത്. എന്നിട്ട് അത് എപ്പോഴും നമ്മളെ മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു പ്രേരണ നമുക്ക് തന്നുകൊണ്ടിരിക്കും ഒരു പാട്ടിന്റെ രൂപത്തിൽ. ആ പാട്ടിൽ വരികളില്ല, അക്ഷരങ്ങളില്ല, ഒരു ട്യൂൺ മാത്രമേ ഉള്ളൂ. അതൊരിക്കലും നിൽക്കുന്നില്ല. ആൻഡ് നെവർ സ്റ്റോപ്സ് അറ്റ് ഓൾ. ഒരിക്കലും ആ പാട്ട് നിൽക്കുന്നില്ല. ആൻഡ് സ്വീറ്റസ്റ്റ് ഇൻ ദ ഗെയിൽ ഇസ് ഹേർഡ് ആൻഡ് സോർ മസ്റ്റ് ബി ദ സ്റ്റോം ദാറ്റ് കുഡ് അബാഷ് ദ ലിറ്റിൽ ബേർഡ് ദാറ്റ് കെപ്റ്റ് സോ മെനി വോം. അപ്പോൾ ഈ ഒരു സ്റ്റാൻസയിൽ ഓരോ ലൈൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് അർത്ഥം മനസ്സിലാവാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഓരോന്നായിട്ട് പറയാം, എന്നിട്ട് കമ്പൈൻ ചെയ്ത് പറയാം കേട്ടോ. ആൻഡ് സ്വീറ്റസ്റ്റ് ഇൻ ദ ഗെയിൽ ഇസ് ഹേർഡ്. അപ്പം ഈ ഹോപ്പിന്റെ ഈ പാട്ട് ഏറ്റവും സ്വീറ്റസ്റ്റ് ആയിട്ട് നമുക്ക് തോന്നുന്നത് ഒരു ഗെയിൽ, ഒരു ശക്തിയുള്ള കാറ്റിലാണ്. ഗെയിൽ എന്ന് പറയുന്നത് അതാണ്, സ്ട്രോങ് വിൻഡ് എന്ന് പറയാം. ഒരു കൊടുങ്കാറ്റ് പോലത്തെ സിറ്റുവേഷനിൽ അല്ലെങ്കിൽ വളരെ ശക്തിയിൽ കാറ്റ് വീശുന്ന സമയത്താണ് ഈ ഹോപ്പിന്റെ സ്വീറ്റ്നെസ് നമുക്ക് മനസ്സിലാവുക. അതുപോലെ തന്നെ ആൻഡ് സോർ മസ്റ്റ് ബി ദ സ്റ്റോം ദാറ്റ് കുഡ് അബാഷ് ദ ലിറ്റിൽ ബേർഡ്. പിന്നെ അബാഷ് ചെയ്യാന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യുക. അബാഷിന് പല അർത്ഥമുണ്ട്. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർമലി ഈ ഗെയിൽ എന്ന് പറയുന്ന, സ്ട്രോങ് വിൻഡ് എന്ന് പറയുന്നത് ഓരോരുത്തരുടെ ജീവിതത്തിലും ഉണ്ടാവുന്ന പ്രശ്നങ്ങളെയാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്ന സമയത്താണ് ഈ ഹോപ്പിന്റെ ഇമ്പോർട്ടൻസ്, മഹത്വം നമുക്ക് മനസ്സിലാവുന്നത്. ആൻഡ് സോർ മസ്റ്റ് ബി ദ സ്റ്റോം ദാറ്റ് കുഡ് അബാഷ് ദ ലിറ്റിൽ ബേർഡ്. അതുപോലെ തന്നെ ഈ ഹോപ്പിനെ ഒന്ന് നിർത്തണമെങ്കിൽ, അതായത് നമ്മുടെ മനസ്സിൽ നിന്ന് ഹോപ്പ് കുറച്ചു നേരം ഇല്ലാണ്ടാവണം എന്നുണ്ടെങ്കിൽ, കുറച്ചു നേരം ഈ ഹോപ്പ് ആകുന്ന ബേർഡ് പാട്ട് പാടാതിരിക്കണം എന്നുണ്ടെങ്കിൽ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്റ്റോം വരണം എന്നാണ് പറയുന്നത്. സ്റ്റോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുങ്കാറ്റ്. അപ്പോൾ അത്രയും നോർമലി കുറച്ച് ഇങ്ങനെ കാറ്റും സ്ട്രോങ് ആയിട്ടുള്ള കാറ്റൊക്കെ ഉള്ള സമയത്ത് എന്താണ് ഉണ്ടാവുന്നത്? നമ്മളെ ഹോപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇനി ആ ഹോപ്പ് ഇല്ലാണ്ടാവണം എന്നുണ്ടെങ്കിൽ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള കൊടുങ്കാറ്റ് ഉണ്ടാവണം. അപ്പോഴും മുഴുവനായിട്ട് ഹോപ്പ് ഇല്ലാതെ ആവുന്നില്ല.
പക്ഷെ കുറച്ച് സമയം ചിലപ്പോൾ നമ്മളുടെ മനസ്സിൽ നെഗറ്റിവിറ്റി വരാം. അതിനാണ് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് കെപ്റ്റ് സോ മെനി വാം, അതായത് എല്ലാവരെയും വാമായിട്ട് എല്ലാവരെയും പ്രത്യാശയോടുകൂടി വെച്ച ഈ ഒരു ഹോപ്പിന്റെ ശബ്ദം നിൽക്കണം, അല്ലെങ്കിൽ കുറച്ച് സമയത്തേക്കെങ്കിലും ഇല്ലാതാവണം എന്നുണ്ടെങ്കിൽ അത്രയും വലിയ പ്രശ്നങ്ങൾ വരണമെന്ന്. അപ്പോൾ ഇവിടെ ഗെയില്, സ്റ്റോം എന്നൊക്കെ പറയുന്നത് ജീവിതത്തിലെ പ്രശ്നങ്ങളെയാണ്. നമ്മളുടെ ജീവിതത്തിൽ ഒരുവിധം ചെറിയ ചെറിയ പ്രശ്നങ്ങളിലൊക്കെ ഈ ഹോപ്പ്, പ്രതീക്ഷ, പ്രത്യാശയാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. പക്ഷെ ചില സമയത്ത് നമ്മൾ ഒരുപാട് ട്രൈ ചെയ്തിട്ടും ചില കാര്യങ്ങൾ കിട്ടാതെയൊക്കെ ആവുമ്പോൾ നമ്മൾ വളരെ ഡെസ്പാവുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്, വളരെ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന ഒരു സാഹചര്യം. അങ്ങനത്തെ സാഹചര്യത്തിനാണ് ഇവിടെ സ്റ്റോം എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളെ മനസ്സിൽ ചിലപ്പോൾ പെട്ടെന്ന് ഹോപ്പൊന്നും വരില്ല, നമ്മൾ ഫുൾ നെഗറ്റീവ് അടിച്ചിരിക്കും. അപ്പോൾ അത്രയും നാള് എല്ലാ വ്യക്തികളെയും വോമായിട്ട് വെച്ചിരുന്ന ആ ഹോപ്പിനെ കുറച്ച് സമയത്തേക്കെങ്കിലും സൈലന്റ് ആക്കിയിട്ട് വെക്കാൻ ജീവിതത്തിൽ അത്രയും വലിയ പ്രശ്നങ്ങൾ വരണമെന്നാണ് ഉദ്ദേശിക്കുന്നത് ആ ഒരു സ്റ്റാൻസയിൽ. ആൻഡ് ഐ ഹാവ് ഹേർഡ് ഇറ്റ് ഇൻ ദ ചില്ലസ്റ്റ് ലാൻഡ് ആൻഡ് ഓൺ ദ സ്ട്രേഞ്ചസ്റ്റ് സീ, yet never in extremity it asked a crumb of me. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐ ഹാവ് ഹേർഡ് ഇറ്റ് ഇൻ ദ ചില്ലസ്റ്റ് ലാൻഡ് ആൻഡ് ഓൺ ദ സ്ട്രേഞ്ചസ്റ്റ് സീ. ഞാനിത് അത്രയും തണുപ്പുള്ള മരവിച്ച ഒരു പ്രദേശത്ത് പോലും ഈ ഹോപ്പിന്റെ പാട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ആൻഡ് ഓൺ ദ സ്ട്രേഞ്ചസ്റ്റ് സീ, അത്രയും അപരിചിതമായ, സ്ട്രേഞ്ചസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപരിചിതമായ, ചില്ലസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരവിച്ച, ഐസായിട്ടുള്ള, തണുപ്പുള്ള, സ്ട്രേഞ്ചസ് എന്ന് പറയുമ്പോൾ അപരിചിതമായിട്ടുള്ള, സീ അല്ലെങ്കിൽ വിചിത്രമായിട്ടുള്ള എന്നും പറയാം. സീ എന്ന് പറഞ്ഞാൽ എന്താണ്? കടല്. അത്രയും തണുപ്പുള്ള ഒരു സ്ഥലത്ത്, മരവിച്ച് കിടക്കുന്ന ഒരു സ്ഥലത്തും അതുപോലെ തന്നെ വിചിത്രമായിട്ടുള്ള, അപരിചിതമായിട്ടുള്ള ഒരു കടലിലും ഞാൻ ഈ പാട്ട് കേട്ടിട്ടുണ്ട്, ഹോപ്പിൻ്റെതായ ഈ പാട്ട് കേട്ടിട്ടുണ്ട്. Yet never in extremity it asked a crumb of me. എക്സ്ട്രീമിറ്റി എന്ന് വെച്ചാൽ അങ്ങേയറ്റം ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിനാണ് പറയുന്നത്. അപ്പോൾ അത്രയും ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിൽ പോലും ഇറ്റ് നെവർ ആസ്ക്ഡ് എ ക്രംബ് ഓഫ് മീ എന്ന് വെച്ചാൽ, ആസ്ക് എ ക്രംബ് ഓഫ് മീ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുക അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെലവുണ്ടാക്കുക, അതിനാണ് ടു ആസ്ക് എ ക്രംബ് ഓഫ് മീ എന്ന് പറയുന്നത്. ആ ഒരു ഫീലിംഗ് ഒരിക്കലും ഹോപ്പ് എനിക്ക് തന്നിട്ടില്ല എന്നാണ് പറയുന്നത്. എല്ലാ സാഹചര്യത്തിലും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ പരിചയമില്ലാത്ത സ്ഥലങ്ങളിൽ, വിചിത്രമായ സ്ഥലങ്ങളിൽ ഒക്കെ പോയപ്പോഴും എൻ്റെ കൂടെ ഹോപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ ഒരിക്കലും ഹോപ്പ് കാരണം എനിക്ക് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഇറ്റ് നെവർ ആസ്ക്ഡ് എ ക്രംബ് ഓഫ് മീ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത്. ഹോപ്പ് കൊണ്ട് എപ്പോഴും പല പല പ്രശ്നങ്ങളെയും തരണം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, പക്ഷെ ഒരിക്കലും ഹോപ്പ് എന്നെ നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിൽ ബാധിച്ചിട്ടില്ല. അത്രയാണ് അവസാനത്തെ സ്റ്റാൻസ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് പോയറ്റിനെ കുറിച്ച് നോക്കാം. എമിലി ഡിക്കിൻസൺ 1830 to 1886 was an American poet with a unique and innovative style. Born in Massachusetts, she lived much of her life in seclusion. എമിലി ഡിക്കിൻസൺ 1830 ജനിച്ചു, 1886 മരണപ്പെട്ടു. ഷീ വാസ് എൻ അമേരിക്കൻ പോയറ്റ്. അതുപോലെ തന്നെ യുണീക്ക് ആൻഡ് ഇന്നോവേറ്റീവ് സ്റ്റൈലാണ്, മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു റൈറ്റിംഗ് സ്റ്റൈലാണ് എമിലി ഡിക്കിൻസൺ ഉണ്ടായിരുന്നത്. മാസച്യൂസെറ്റ്സിലാണ് ജനിച്ചത്. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, എമിലി ഡിക്കിൻസൺ അവരുടെ ജീവിതത്തിന്റെ മെജോറിറ്റി ഭാഗം സെക്ലൂഷനിലാണ് ജീവിച്ചത്. സെക്ലൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രൗഡിൽ നിന്നും മാറിയിട്ട് മറ്റുള്ളവരുടെ ഇടയിലല്ല, അവർക്കൊരു പ്രൈവറ്റ് ആയിട്ടുള്ള ലൈഫായിരുന്നു ഉണ്ടായിരുന്നത്. Dickinson wrote nearly 1,800 poems, of which only a few were published in her lifetime. അവരൊരു 1,800 പോംസോളം എഴുതിയിട്ടുണ്ട്. പക്ഷെ അതിൽ വളരെ കുറച്ച് മാത്രമാണ് അവർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുള്ളൂ. ഹെർ പോംസ് എക്സ്പ്ലോർ ദ തീംസ് ഓഫ് ഡെത്ത്, ഇമ്മോർട്ടാലിറ്റി, നേച്ചർ ആൻഡ് ഹ്യൂമൻ നേച്ചർ. അപ്പോൾ ആ പോംസിൽ എന്തൊക്കെ തീംസ് ആണ് വന്നിരുന്നത്? ഡെത്ത്, മരണം. ഇമ്മോർട്ടാലിറ്റി എന്ന് വെച്ചാൽ മരണം ഇല്ലാത്ത കണ്ടീഷൻ, അമരത്വം എന്നൊക്കെ പറയും. നേച്ചർ, പ്രകൃതി. അതുപോലെ തന്നെ ഹ്യൂമൻ നേച്ചർ, മനുഷ്യരുടെ ഒരു രീതി, മനുഷ്യരുടെ ഒരു പ്രകൃതിയെ കുറിച്ചിട്ട്. ആൻഡ് ഹെർ മോസ്റ്റ് ഫേമസ് പോംസ് ഇൻക്ലൂഡ് ബിക്കോസ് ഐ കുഡ് നോട്ട് സ്റ്റോപ്പ് ഫോർ ഡെത്ത്, ഐ ഹേർഡ് എ ഫ്ലൈ ബസ് വെൻ ഐ ഡൈഡ് ആൻഡ് സക്സസ് ഇസ് കൗണ്ടഡ് സ്വീറ്റസ്റ്റ്. ഇതൊക്കെയാണ് അവരുടെ ഫേമസ് ആയിട്ടുള്ള പോംസ് എന്ന് പറയുന്നത്. ഓക്കെ,
അപ്പോൾ അത്രയാണ് ഈ പോത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ പോത്തിൽ കുറച്ചധികം പോട്ടിക് ഡിവൈസസ് ഉണ്ട്, ഇമേജറി, അതേപോലെ തന്നെ മെറ്റഫർ, അങ്ങനെ കുറച്ചധികം കാര്യങ്ങളുണ്ട്. അത് വേറൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് എന്നെ കോമെന്റ്സിൽ എഴുതി അറിയിക്കുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ.